നമസ്കാരം. മുഖാമുഖം പങ്ക്തിയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തലത്തിലുള്ള വ്യക്തിത്വങ്ങളുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും ജനങ്ങളിലെത്തിക്കുകയാണ് ഈ പങ്ക്തിയുടെ ഉദ്ദേശം. അഭിപ്രായ രൂപീകരണത്തിൽ അത് ജനങ്ങൾക്ക് പിന്തുണയാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ വിലയിരുത്തുന്നു. ദീർഘകാലം കേരള ശബ്ദം രാഷ്ട്രീയ വാരികയുടെ ലേഖകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ചെറുകര സണ്ണി ലൂക്കോസ്. നമസ്കാരം ശ്രീ സണ്ണി. 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരവും തുടർന്ന് വരുന്ന ഭരണമാറ്റവുമാണ് 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഒരു സ്വഭാവം എന്ന് പറയാം. 2021 ഇതിനു വിരുദ്ധമായി ഭരണ തുടർച്ചയുണ്ട്. LDF ഭരണ തുടർച്ചയുണ്ടായി. 2026 തെരഞ്ഞെടുപ്പിൽ 3ാം വട്ടം അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന ഇത്. എന്ത് തോന്നുന്നു, എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലം? നമ്മൾ പലപ്പോഴും ഈ എല്ലാവരും കാണുന്ന 2021 ഭരണ തുടർച്ചയാണ്. ഈ 2001 ഭരണ തുടർച്ച എന്ന് പറയുന്നത് നമ്മൾ അതുവരെ വന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കോവിഡിൻ്റെ സാഹചര്യം. കോവിഡിൻ്റെ സാഹചര്യം അത് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യം. അത് ഈ ലോകത്ത് എവിടെ എടുത്താലും അതുപോലെ ഒരു കലാമിറ്റി വരുമ്പോൾ, അതുപോലെ ഒരു സാഹചര്യം അസാധാരണ സാഹചര്യം വരുമ്പോൾ അവിടെ ആ സന്ദർഭത്തിൽ ഒരു ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ റോളുള്ളൂ. പ്രതിപക്ഷത്തിനോ മറ്റ് ആളുകൾക്കൊന്നും അവിടെ റോളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ശക്തനായ ഭരണാധികാരിയും കൂടെ ആണെങ്കിൽ ആ ഒരു ആളിലേക്ക് ആളുകൾ അതിനെ കാര്യമായി കാണും. അപ്പോൾ ആ നിലയിൽ അതിലേക്ക് ഉറ്റുനോക്കുന്ന അതെ ആ നിലയിലേക്ക് പിന്നെ അവർക്ക് അന്ന് ആ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളെ നല്ലപോലെ പ്രചരിപ്പിക്കാനും പറ്റും. പക്ഷേ പ്രതിപക്ഷത്തിന് ഒരുപാട്, അല്ലെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഈ കാര്യങ്ങൾ അതിനകത്ത് വീഴ്ചകളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും ആ സമയത്ത് അതിനോട് പ്രതികരിക്കുകയോ അതിനെപ്പറ്റി ആക്ഷേപം ഉന്നയിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ ഒരു ഔചിത്യമില്ലായ്മ ജനങ്ങൾ കാണും. അപ്പം നിർബന്ധിതരാകുകയാണ് പ്രതിപക്ഷം നിശബ്ദരാകാൻ. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സാഹചര്യം 2021 തെരഞ്ഞെടുപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ 2021 ഭരണവിരുദ്ധ വികാരം വളരെ കുറവായിരുന്നു. ആ കാലത്ത് പ്രതിപക്ഷ നേതാവെന്ന ഒരു വ്യക്തി ഒറ്റപ്പെട്ട ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നെങ്കിലും അതിനെ ഒരു ടീം എന്ന നിലയിൽ പ്രതിപക്ഷത്തിനൊന്നും അത് ഉയർത്തിക്കൊണ്ട് വന്ന് അതിന് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത ആർജിക്കാൻ പറ്റിയില്ല. നേരെ മറിച്ച് സാഹചര്യവുമായിരുന്നില്ല. നേരെ മറിച്ച് ഗവൺമെൻറ്റിന് ചെയ്ത കാര്യങ്ങൾ ഈ കാര്യത്തെ അതിജീവിക്കാനായി ശക്തമായൊരു ഭരണകൂടം എന്ന നിലയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നൊരു തോന്നൽ, ഒരു പ്രതീതി ഉണ്ടാക്കാൻ അതിൽ ഗവൺമെൻറ് വിജയിച്ചു. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ആ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യം, അതിലെ ഒരു ആനുകൂല്യം ഗവൺമെൻറ്റിന് കിട്ടി. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ആ നിലയിൽ ഇല്ലാതെ വന്നു. അതാണ് യഥാർത്ഥത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്ന നമ്മുടെ എപ്പോഴും LDFനെ പിന്തുണച്ചിരുന്ന ഒരാളായിരുന്നു ഡോക്ടർ ഗീവറീസ് മാർ കൂർലോസ്. അദ്ദേഹത്തെ ആദ്യമായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് അദ്ദേഹത്തെ വളരെ മോശമായി വിവരമില്ലാത്ത ആളെന്ന നിലയിൽ കൂടി മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കമൻറ്റാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹം എല്ലായ്പ്പോഴും കോവിഡ് ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഈ കൂർലോസ് എന്ന് പറഞ്ഞ ബിഷപ്പ് പറഞ്ഞതിനകത്ത് കാര്യമുണ്ടായിരുന്നു. കാരണം ഒന്ന്, ആ ഒരു പ്രത്യേക സാഹചര്യം ആ ഗവൺമെൻറ്റിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് സഹായിച്ചു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാരണം, 1-2 വർഷമായി ഇപ്പം എനിക്ക് തോന്നുന്നു 2016 തൊട്ടാണ് നമ്മുടെ പ്രചാരണ രംഗത്തെ പരമ്പരാഗത രീതികൾക്ക് മാറ്റം വരുന്നത്.
അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിയാകട്ടെ രണ്ട് മുന്നണിയേ ഉള്ളൂ, LDFും UDFും. ആ മുന്നണികളുടെ സംഘടനാ മെഷീനറികളാണ് പ്രചാരണം പ്ലാൻ ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്തത്. 2016 മുതൽ പ്രചാരണ രീതികൾക്ക് അത് ആഗോളതലത്തിൽ വന്ന മാറ്റവും രാജ്യത്താകെ വന്ന ഒരു മാറ്റവും ഈ ഹൈടെക് സംവിധാനങ്ങളെല്ലാം വന്നതോടുകൂടി പ്രചരണ രംഗത്ത് മാറ്റണം. അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ എനിക്ക് തോന്നുന്നു. അത് എടുത്തു പറയാവുന്ന കാര്യം, എനിക്ക് 2016 ആ കാര്യങ്ങൾ LDFന് അതിന് ആണ് കൂടുതൽ സാധ്യത 2016 തന്നെ ഉപയോഗിച്ചത്. അത് ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു നേതൃത്വത്തിൽ ഇന്നിപ്പം നമ്മുടെ MV നികേഷ് കുമാർ ഇപ്പോൾ ലീഡർഷിപ്പ് വഹിക്കുന്ന പോലെ അന്ന് 2016 ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിലൊരു ടീം വർക്ക് അന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. ഡിജിറ്റൽ സാധ്യത, മറ്റെല്ലാ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതനുസരിച്ചുള്ള പ്രചാരണ രംഗത്തെ സാധ്യത ഫലപ്രദമായി ഉപയോഗിച്ചത് അന്ന് 2016 LDF ആണ്. അത് പിണറായി സർക്കാരിന് വലിയ തോതിൽ അത് ഗുണം ചെയ്തു. രണ്ടാമത് 2021 ഈ സാധ്യത വളരെ അത് ഈ പരമ്പരാഗതമായി പാർട്ടി മെഷീനറി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അത് PRS സംവിധാനങ്ങൾ, അത് ആ സംവിധാനം പ്രൊഫഷണൽസാണ് ചെയ്യുന്നത് ഓരോ കാര്യം. അതിപ്പോൾ വന്നിട്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് ഇപ്പോൾ എത്രമാത്രം ഉണ്ടെന്ന് പബ്ലിക്കിന് അറിയാമല്ലോ. അതൊരു വേറൊരു വിഷയം, നമുക്ക് അതിലേക്ക് വരാം. അപ്പം ആ ഒരു സാഹചര്യം 2021 വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ഭരണ തുടർച്ച ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഭരണ തുടർച്ച ഗവൺമെൻറ് പറയുന്നെങ്കിലും സമീപകാലത്ത് ഈ പ്രചരണപരമായി ഒരു പ്രതീതിയും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ഈ 2021 ശേഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലും എങ്ങനെയാണ് ഈ ഭരണമാറ്റം ഉണ്ടാകുന്നത്? ഭരണവിരുദ്ധ വികാരം വന്നിട്ടാണ് ഓരോ 5 വർഷം കഴിയുമ്പോഴും ഭരണമാറ്റം ഉണ്ടാകുന്നത്. ഇവിടെ ഈ 2021 ശേഷം നടന്ന ഓരോ ഉപതെരഞ്ഞെടുപ്പുകളെടുത്താൽ ഇപ്പം പുതുപ്പള്ളി, PT തോമസ് മത്സരിച്ച തൃക്കാക്കര, അങ്ങനെ പാലക്കാട്, നിലമ്പൂർ, ഏതെടുത്താലും വലിയ മാർജിനാണ് UDF ജയിച്ചിരിക്കുന്നത്. അത് ചിലതൊക്കെ UDF നിലനിർത്തുകയാണെന്ന് പറയുമ്പോഴും ആ മാർജിൻ വലുതായിരുന്നു, വളരെ വലിയ. ഇപ്പോൾ ഉമ്മൻചാണ്ടി ആയിട്ട് ജയിച്ചതിനേക്കാൾ 3 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. അതുപോലെ PT ജയിച്ചിടത്ത് ഭാര്യ ജയിച്ച വലിയ ഭൂരിപക്ഷത്തിന്. ചേലക്കരയിൽ മാത്രമാണ് LDFന് സീറ്റ് നിലനിർത്താൻ സാധിച്ചത്. അത് പക്ഷേ അത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വലിയ ഇമേജുള്ള ഒരു വ്യക്തിയുടെ മണ്ഡലത്തിൽ, എന്നിട്ടും അവിടെ വോട്ട് കുറഞ്ഞു പോയി. ആ ഭൂരിപക്ഷത്തിൻ്റെ മാർജിൻ കുറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ലോക്സഭാ ഇലക്ഷൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോക്സഭാ ഇലക്ഷനിൽ ഇത്രയും ഒരു പരാജയം. ലോക്സഭാ ഇലക്ഷൻ എനിക്ക് തോന്നുന്നു LDF പോലും അവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു തിരിച്ചടിയാണ്. 18-2 അപ്പോൾ അത് ഭൂരിപക്ഷം സീറ്റുകൾ കിട്ടിയില്ലെങ്കിലും തലേ ലോക്സഭയെ കഴിഞ്ഞ് മെച്ചപ്പെടുത്താമെന്ന് അവർ പോലും പ്രതീക്ഷിച്ചിരുന്നു. UDF പോലും അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവിടെയും വന്നു. ഇതെല്ലാം എനിക്ക് തോന്നുന്നു പാർട്ടിയിലെ LDFിലെ ഘടകകക്ഷികളും CPMലെ ഒരു വലിയ വിഭാഗവും ഇത് ഭരണവിരുദ്ധ വികാരമായി തന്നെ കണ്ടിട്ടുണ്ട്. എന്നാൽ CPMൻ്റെ ഒരുപക്ഷെ ഔദ്യോഗിക നേതൃത്വം അത് അംഗീകരിച്ച് കാണില്ല. പിന്നീട് വന്നത് തദ്ദേശ ഇലക്ഷൻ്റെ ചരിത്രത്തിൽ 2010 ഒരു നേരിയ ഭൂരിപക്ഷം UDFന് ഉണ്ടായിച്ചു ഒഴിച്ചാൽ തദ്ദേശ ഇലക്ഷൻ ചരിത്രത്തിൽ ഒരിക്കലും UDFന് വിജയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം തദ്ദേശ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പ്രാദേശികമായി മെഷീനറി ഒരു ഘടകമാണ്. സംഘടന കേഡർ പാർട്ടി സിസ്റ്റം ഉള്ളവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്കൊന്ന് സംഘടിപ്പിച്ച് കൂടുന്ന ആൾക്കൂട്ടമാണ്. പക്ഷേ എന്നിട്ട് കൂടി അവർക്ക് മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ്.
ഇപ്പോൾ ഭരണം എന്തുകൊണ്ടാണെന്നറിയില്ല, ഭരണത്തിൻ്റെ ഈ PR സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടും കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് വരെ, അല്ലെങ്കിൽ ഈ തദ്ദേശ ഇലക്ഷന് മുമ്പ് വരെ ഇവരുടെ PR സംവിധാനം സർക്കാർ ചെയ്ത കാര്യങ്ങൾ കൂടി പ്രചാരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. അവിടെ ഒരു പക്ഷേ UDFും ഇപ്പോൾ പ്രചരണ രംഗത്തേക്ക് വന്ന ഒരു മാറ്റം, അവർക്ക് നന്നായി പ്രചരണ രംഗത്ത് അവർക്കും 2 പ്രാവശ്യത്തെ അനുഭവം കൊണ്ടാകും, അവർ നന്നായി പിന്നെ പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ സംവിധാനങ്ങളും പ്രൊഫഷണൽസിൻ്റെ സഹായം അവർക്കുണ്ട്. അപ്പോൾ ആ നിലയിൽ അവർ വിജയിച്ചുകൊണ്ടാവാം. ഈ തദ്ദേശ ഇലക്ഷൻ വരെ സർക്കാർ കുറേ ഒന്നും ചെയ്തിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ പറയുന്നത് പോലെ ഹൈവേകളുടെ അതിനകത്ത് ഗവൺമെൻറ് സർക്കാരിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭാവന ഉണ്ടായിരുന്നുണ്ട്. അതിന് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് തന്നെ ഈ ഗവൺമെൻറ്റാണ്. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ എടുത്തു കാണിക്കാവുന്ന കാര്യങ്ങൾ പോലും അതുവരെ ഫലപ്രദമായി പ്രചരിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഈ തദ്ദേശ ഇലക്ഷന് ശേഷമാണ് കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന നിലയിൽ അതിനകത്ത് ഈ പ്രചരണങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സമയത്ത് കാര്യങ്ങളെ അവതരിപ്പിച്ചാൽ അത് ജനങ്ങളിൽ ഉണ്ടാക്കി അവരുടെ മനസ്സിലുണ്ടാക്കിയ ഇതിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ തദ്ദേശ ഇലക്ഷന് നേട്ടം ഉണ്ടാകണമായിരുന്നു. കാരണം തദ്ദേശ ഇലക്ഷനും മുമ്പാണ്, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത്. വേറെ ഒരു വലിയ ഇഷ്യൂവിൽ സർക്കാർ നിൽക്കുമ്പോഴാണ് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ നവംബർ 1-ാം തീയതി നിശ്ചയിച്ചിരുന്ന ഈ പ്രഖ്യാപനങ്ങളെല്ലാം കൂടി ഒക്ടോബർ 29-ന് ഗവൺമെൻറ് ക്യാബിനറ്റ് കഴിയുമ്പോൾ പ്രഖ്യാപിക്കുന്നത്. അത് ഒരിക്കലും നമ്മളങ്ങനെ സാധാരണ ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ലാത്ത പോലെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചങ്ങ് പ്രഖ്യാപിക്കും ഗവൺമെൻറ്റിന്. പിന്നെ അവിടെയൊക്കെ നമ്മൾ കാണേണ്ടത്, അപ്പോഴാണ് ഗവൺമെൻറ് ഈ പല കാര്യങ്ങളിലും മുൻഗണന, പാർട്ടി കേന്ദ്ര കമ്മിറ്റി പോലും, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി പോലും മുൻഗണനയുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് മാറ്റം വന്നു എന്ന് പല സമയത്ത് നിർദ്ദേശിച്ചിട്ടും അപ്പോഴാണ് ഗവൺമെൻറ് ഈ തദ്ദേശ ഇലക്ഷൻ കൂടി തിരിച്ചടി കഴിഞ്ഞിട്ടാണ് ഈ മുൻഗണനയെക്കുറിച്ച്, തദ്ദേശ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഈ മുൻഗണനയെപ്പറ്റി ആലോചിക്കുന്നതും ഈ സമൂഹത്തിലെ അടിത്തട്ടിലുള്ളവർക്ക് കുറേ ആനുകൂല്യങ്ങൾ കൂടുതലായി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ട് പറയാം, ആധുനികമായ ഒരു പബ്ലിക് റിലേഷൻ തന്ത്രമാണ് ഈ ഇമേജുകൾ, അതായത് പ്രതീതി സൃഷ്ടിക്കുക എന്ന ഒരു ഇല്ലാത്ത ഒന്നിൻ്റെ ഇത് വേണമല്ലോ, പ്രതീതി സൃഷ്ടിക്കുക. അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ഫലപ്രദമായി ഇപ്പോൾ ഉപയോഗപ്പെടുന്നുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, US അത് വിജയിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെയൊക്കെ വിജയം അതിൻ്റെ ഒരു ഇതാണ്. ഇന്ത്യയിൽ BJP അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ച് അത് കേരളത്തിൽ അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച് തുടങ്ങിയത് LDF ആണ്, CPM ആണ്. ഇത്തരം ഒരു പ്രതീതി സൃഷ്ടിക്കുക, അതിൻ്റെ ഒരു ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇതിന് ശേഷം കേരളത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു പ്രചണ്ഡമായ പ്രചരണം ആണ് നടക്കുന്നത്. പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയും പിന്നെ നവമാധ്യമങ്ങളിലൂടെയും അത് വളരെ ശക്തമായ രീതിയിൽ, വളരെ ആസൂത്രിതമായി, വളരെ പ്രൊഫഷണൽ ഇതോടുകൂടി തന്നെ ആണ് നടക്കുന്നത്. അത് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ പത്രങ്ങളിലൊക്കെ പിന്നെ പണ്ടെങ്ങനെയായിരുന്നു ഇന്നെങ്ങനെയായിരുന്നു എന്നൊക്കെ താരതമ്യം ചെയ്യുന്ന രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പോലും പറയപ്പെടുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഇത് പിന്നെ ഇതിൽ ടെക്നിക്കലി സാങ്കേതികമായി നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല എങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയിൽ അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് വളരെ ഇതായിട്ട് ആർജവത്തോടുകൂടി പറയാറുണ്ട്. ഈ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്ന വിമർശനത്തോട് എങ്ങനെ പ്രതികരിക്കും? ഇടതുപക്ഷത്തിൻ്റെ ഒരു അപജയം, കേരളത്തിലെ ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPMനുണ്ടായിട്ടുള്ള ഒരു അപജയം, അത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഈ പ്രചരണം എല്ലാം നടത്തിയാലും ഗവൺമെൻറ് വീണ്ടും ഭരണ തുടർച്ച ഉണ്ടായേക്കില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വളരെ നിശബ്ദമായ ഒരു വിഭാഗം ആളുകൾ
ഒന്ന് പിന്നെ ഇവിടെ ഭരണത്തിടർച്ച വേണോ, ഭരണത്തെ മാറ്റണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിഷ്പക്ഷമതികളായ ഒരു വിഭാഗം, ഒരു മിനിമം ശതമാനം വോട്ടർമാരുണ്ട്. നിഷ്പക്ഷമതികൾ എന്ന് പറഞ്ഞാൽ വലിയ സജീവ രാഷ്ട്രീയ അവരന്നന്ന് കാണുന്ന ഒരു ട്രെൻഡും ആ സാഹചര്യങ്ങളും ആ കാര്യങ്ങളെല്ലാം വിലയിരുത്തി അപ്പോൾ വരുന്ന ഒരു തീരുമാനം എടുക്കുന്നവരാണ് അവർ. പല കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളിലെ ധാർമ്മികത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കും. അതാണ് ഒരു ഘടകം. പിന്നെ വേറൊരു ഘടകം എന്ന് പറയുന്നത് CPM-നോട്, ഇടതുപക്ഷം എന്നും ഒരു പുരോഗമന മുഖം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം തൊട്ടിങ്ങോട്ട് ഇടതുപക്ഷം ചെയ്തിട്ടുള്ള സംഭാവന, സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തെ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ അവരുടെ സംഭാവന, പാവപ്പെട്ടവന് അവൻ്റെ തൊഴിൽ ചെയ്യുന്നവൻ അവന് കൂലി വാങ്ങിക്കൊടുക്കുന്നതിൽ, അടിസ്ഥാന പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലൊക്കെ ഈ നിസ്വാർത്ഥമായി പ്രവർത്തിച്ച ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ത്യാഗവും അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും എല്ലാം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ആ ഇടതുപക്ഷം എന്ന് കണ്ടിരുന്നത് അതിനെയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത്തരം മൂല്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന ധാരാളം ആളുകൾ അതിൽ ഇന്ന് വളരെ നിരാശരാണ്. ആ ധാർമ്മികത മാറിയിട്ട് 2-3 രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന്, പ്രസ്ഥാനത്തിൻ്റെ വലതുപക്ഷവൽക്കരണം. പല രീതിയിൽ നമ്മൾ ഒന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഭരണഘടന അതിൻ്റെ ലെനിൻ പോലും പറഞ്ഞിട്ടുള്ളത് പാർട്ടി പരിപാടി വലിയൊരു ഘടകമാണ്. പാർട്ടി പരിപാടി നമ്മൾ CPM-ൻ്റെ പാർട്ടി പരിപാടി എടുത്ത് പരിശോധിച്ചാൽ ആ പരിപാടിയിൽ പറഞ്ഞ പല കാര്യങ്ങളും ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാനതാ പറഞ്ഞ പാർട്ടിക്കുണ്ടായിട്ടുള്ള ഒരു മുതലാളിത്ത വൽക്കരണം, ആ നിലയിലുള്ള ഒരു ധാർമ്മിക അപജയം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, വർഗീയതയോട് സന്ധി ചെയ്യൽ. എനിക്ക് ഞാൻ ഉദാഹരണങ്ങൾ സഹിതം വേണേൽ പറഞ്ഞാൽ, വർഗീയതയോട് സന്ധി ചെയ്യൽ. വർഗീയത എന്നും എക്കാലവും മറ്റാരേക്കാൾ മുന്നിലുണ്ടായിരുന്നത് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. അത് വളരെ ക്ലിയറായി ഞാൻ പറയാം. അതിലേക്കൂട് ഭീകരമായ ഇരട്ടത്താപ്പുണ്ട്. ഇപ്പോൾ വാചകമടിയിൽ ഈ വാചാട്ടോപ്പം പറയത്തില്ലേ, വാചകമടിയിൽ മുന്നിലാണ്. പക്ഷേ ഈ വർഗീയതയ്ക്കെതിരായ പ്രഭാഷണം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെയ്യുന്നതല്ല. പ്രാക്ടിക്കലി ഏതു മാർഗത്തിലും ഭരണം പിടിക്കുക, അധികാരത്തിലെത്തുക എന്നൊരു നിലയിലേക്ക് ഒരു അപജയം സംഭവിച്ചിട്ടുണ്ട്. അധികാരം പിടിക്കുക, ആ അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ, അതാണ് അത് ഇന്നിപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. 2-3 ജീർണത എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള അപജയം. ഒന്ന്, ഈ മുതലാളിത്തവൽക്കരണം. അവിടെയാണ് പാർട്ടി പരാജയങ്ങൾ സംഭവിച്ചപ്പോൾ കേന്ദ്ര കമ്മിറ്റി ഇടപെട്ട് മുൻഗണന നഷ്ടപ്പെട്ടിരിക്കുന്നു. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും പറഞ്ഞു മുൻഗണന, ഗവൺമെൻറ് മുൻഗണന. ഇവിടെ വിദേശത്തുനിന്ന് വലിയ പാർട്ടി പരിപാടി നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം. അതിൻ്റെ ഓരോ കണ്ണികയായിട്ട് വായിച്ചു നോക്കിയാൽ അതിനകത്ത് പറയുന്നുണ്ട് സാമ്രാജ്യത്വ മൂലധനം പാടില്ല, വരാൻ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. ഇപ്പോൾ ഈ കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്ന KM എബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നത് അവർക്ക് അവരുടെ ജോലി തന്നെ വിദേശത്തുനിന്ന് മൂലധനം സമാഹരിക്കാനാണ്. ആ മൂലധനം കൊണ്ടുവരുന്ന ആളുകൾ അവരുടെ കൺസൾട്ടൻസി എന്ന രൂപത്തിൽ ഇവിടെ ആളുകളെ വെക്കുകയും അവരിവിടുത്തെ സംവിധാനത്തിൽ ഇടപെട്ട് അവർ തീരുമാനിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഈ പണം പല കാര്യത്തിനും വാങ്ങുന്നത്. എന്നാൽ ഈ പറയുന്ന ഇപ്പോൾ കിഫ്ബി ഒരു എക്സാമ്പിൾ പറഞ്ഞ കിഫ്ബി, ആ കിഫ്ബി ഇങ്ങനെ വാങ്ങുന്ന പണം നമ്മൾ അതിൻ്റെ പലിശയും തിരിച്ചു കൊടുക്കണം. ആ പണം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് തിരിച്ചു കൊടുക്കുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ടാക്സ്, മോട്ടോർ വെഹിക്കിൾ ടാക്സ്, പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട സ്റ്റേറ്റിൻ്റെ ഇൻകമാണ്.
അപ്പോൾ ഇത് ബജറ്റിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കിഫ്ബി എന്നൊരു സംവിധാനം എക്സ്ട്രാ ഉണ്ടാക്കിയിരിക്കുകയാണ്. കിഫ്ബി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, തർക്കമൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കിഫ്ബി എന്ന ലേബൽ. പക്ഷേ ഇത് ബഡ്ജറ്റിൽ, സംസ്ഥാന ബഡ്ജറ്റിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ബഡ്ജറ്റിൻ്റെ പുറത്ത് കടമെടുക്കാൻ വേണ്ടി പിന്നെ ഉണ്ടാക്കിയൊരു സംവിധാനം. പക്ഷേ ആ കടമെടുക്കുന്നതും ആ പണം സമാഹരിക്കുന്നതിനും ഈ എല്ലാം ഈ അന്താരാഷ്ട്രീയ സാമ്പത്തിക രംഗത്തെ മാഫിയകളും അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ പണം സമാഹരിക്കുന്നതിനും ഇതിൻ്റെ തലപ്പത്ത് കാലങ്ങളായി പിന്നെ റിട്ടയർഡ് ചെയ്ത് കാലങ്ങളായ ആളുകളെ പിന്നെയും തുടരാൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പം ആ നിലയിലൊക്കെ അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാരൊക്കെ വിദേശത്ത് പോയി പിന്നെ മൂലധനം കൊണ്ടുവരുന്നു. അത് വലിയ ക്രെഡിറ്റായിട്ടൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഈ പാർട്ടിയുടെ ഭരണഘടനയും പാർട്ടി പരിപാടിയുമായിട്ടൊന്നും പിന്നെ അതിന് വിരുദ്ധമായ ഒത്തിരി ഘടകങ്ങളുണ്ട്. ഇപ്പം എത്രയോ തവണ പാർട്ടി തെറ്റുതിരുത്തണം. ഒരുപാട് തെറ്റുതിരുത്തൽ രേഖകൾ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റികൾ പാസ്സാക്കിയിട്ടുണ്ട്. 2009 പ്രസിദ്ധമായ ഒരു തെറ്റുതിരുത്തൽ നയരേഖയുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ പാർട്ടി നേതാക്കളോ അവരുടെ മക്കളോ ഒന്നും പിന്നെ സമ്പന്ന മുതലാളിമാരുടെ ജോലി മേടിക്കാൻ മേല അല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ഏറ്റവും വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടാണെന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ അതിനൊന്നും ഒരു പാർട്ടി എന്തെല്ലാം തെറ്റുതിരുത്തൽ നയരേഖയിൽ പറഞ്ഞിട്ടുണ്ടോ അത് ഒന്നിലും മാറ്റം വന്നിട്ടില്ല. പിന്നെ വേറൊന്ന്, ഏറ്റവും ഒടുവിൽ നടന്ന പിന്നെ ഈ ഗവൺമെൻറ് വന്ന ശേഷം, രണ്ടാം പിണറായി സർക്കാർ ശേഷം വന്നിട്ടുള്ള 2 പാർട്ടി കോൺഗ്രസ്സുകളുടെ സംസ്ഥാന സമ്മേളനങ്ങൾ, ഒന്ന് കണ്ണൂർ, ഒന്ന് എറണാകുളം, കൊല്ലം എറണാകുളം. എറണാകുളത്ത് നടന്ന സമ്മേളനത്തിനും കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിനും മുഖ്യമന്ത്രി ഒരു പ്രമേയം അവിടെ പിന്നെ കൊണ്ടുവന്നു. നവകേരള പിന്നെ രേഖ എന്ന് പറഞ്ഞുകൊണ്ട്. ആ നവരേഖ പറയുന്നത് പാവപ്പെട്ടവൻ്റെ മുൻഗണന അനുസരിച്ച് പാവപ്പെട്ടവൻ്റെ കാര്യങ്ങളല്ല പറയുന്നത്. ഈ പറഞ്ഞ വലിയ വൻകിട വികസനങ്ങൾ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. സ്റ്റേറ്റിന് വികസനമൊക്കെ വേണം, പക്ഷേ ഈ അടിസ്ഥാന വർഗത്തെ മറന്നുകൊണ്ടുള്ള ഒരു വികസനം, അത്തരം പിന്നെ CPM-ൻ്റെ എന്താണോ ആ നയപരമായ മാറ്റം, നയവ്യതിയാനം വരുന്നിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ വന്നപ്പോഴും ഈ സംസ്ഥാന സമ്മേളനങ്ങളിലോ ഏതെങ്കിലും വേദികളിൽ ഒരു തുറന്ന ചർച്ച അവസരം ഉണ്ടായിട്ടില്ല. ആരും വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. ഉൾപാർട്ടി ജനാധിപത്യമില്ല. അധികാര കേന്ദ്രീകരണം പാർട്ടിയുടെ ഭരണഘടനയുടെ ഭാഗമാണെങ്കിൽ പോലും അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് സ്വഭാവത്തിലേക്ക് മാറാൻ പാടില്ല. അധികാര കേന്ദ്രീകരണത്തിലേക്ക് മാറാൻ പാടില്ല. കേന്ദ്രീകൃത ജനാധിപത്യമാണ്. അതായത് ഭൂരിപക്ഷ തീരുമാനത്തെ മറ്റുള്ളവർ അംഗീകരിക്കണം. പക്ഷേ അധികാരം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കാൻ പാടില്ല. നമ്മൾ എന്തിനും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ എന്നറിയാമല്ലോ. പാർട്ടി VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ, കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തീരുമാനം, അതിന് പ്രത്യേകം പിന്നെ പാർട്ടി അറിയാതെ പാർട്ടിയുടെ പ്രത്യേക കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. അവരറിയാതെ ഒരു മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെയും പേഴ്സണൽ സ്റ്റാഫ് മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ മുഴുവൻ ആളുകളെയും, മുഖ്യമന്ത്രിക്ക് ഒരാളെ പോലും സ്വന്തമായിട്ട് വെക്കാൻ അവകാശമില്ലായിരുന്നു. അതിൽ പാർട്ടി വെക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം പാർട്ടിയുടെ കീഴിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 വർഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ സമയത്ത് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ മാത്രമല്ല, മുഖ്യമന്ത്രി ഏത് തീരുമാനവും മുഖ്യമന്ത്രി കേന്ദ്രീകരിച്ചെടുക്കും. അത് പാർട്ടി ശരിവെക്കും. പാർട്ടി സെക്രട്ടറിയും പാർട്ടി സംവിധാനവും എന്നുള്ളത്
അപ്രസക്തമായി. പിന്നെ മുഖ്യമന്ത്രി ഏത് തീരുമാനമെടുത്താലും ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഒരു ജോലി മാത്രമായി സംസ്ഥാന സെക്രട്ടറിയുടെ ജോലി. ഏതെങ്കിലും ഒരു കാര്യം ഇത്രയും നാളിനുള്ളിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞതിനെ തിരുത്തിയതായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും.